ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മോള് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി ചോളപ്പൊടി കിട്ടി. ആ ചോളപ്പൊടിക്ക് ഇച്ചിരി ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇതാണ് ചോളപ്പൊടി. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നിനക്ക് മുന്നേ അംഗൻവാടികളിൽ പോകത്തില്ലേ, അംഗൻവാടികളിൽ പോകുമ്പോൾ അവിടുന്ന് നല്ല ഉപ്പുമാവ് കിട്ടത്തില്ലേ, ചോളം കൊണ്ടുണ്ടാക്കി. അതുപോലെ ഉള്ള ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൽ നിന്ന് ഞാൻ കുറച്ച് പൊടിയെടുത്ത്, ഇച്ചിരി ചുവന്നുള്ളി എടുത്ത്, ഇച്ചിരി തേങ്ങ എടുത്ത്, ഇതെല്ലാം കൂടെ എടുത്ത് ഉള്ള ഒരു ഉപ്പുമാവ്. നമ്മൾ ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാതെ പെട്ടെന്ന് തയ്യാറാക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് എളുപ്പം എരിയൊന്നും ചേർക്കാതെ നമ്മൾ കൊടുക്കത്തില്ലേ. ഇവിടുത്തെ രേവതിക്കാണെങ്കിൽ എരിയേ വേണ്ട, എരി ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൾക്ക്. അപ്പം അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ഉപ്പുമാവ്. അപ്പം നമുക്ക് ഈ ചോളപ്പൊടി ഒന്ന് ചൂടാക്കാം. ചെറിയ തീയിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കി പണ്ട് എന്താ പറയുന്നത്, അംഗൻവാടികളിലൊക്കെ നമ്മൾ പോകത്തില്ലേ, പോകുമ്പം എന്ത് നല്ല ടേസ്റ്റാണെന്നറിയോ അംഗൻവാടിയിൽ നിന്നുള്ള ഉപ്പുമാവ് തിന്നാനും എടുക്കാനും ഒക്കെ. ഇത് പയ്യെ നമുക്കിതൊന്ന് ചെറു ചൂടോടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയെടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് വന്നിട്ട് ചൂടാക്കി എടുക്കാം. ഇത് ചൂടാക്കുമ്പം തന്നെ എന്ത് നല്ല മണമാണ് വരുന്നതെന്നറിയോ. ഈ ചോളം ചൂടാക്കുമ്പോഴേ നല്ല അടിപൊളി മണമാണ് വരുന്നത്. നല്ലോണം ചൂടായിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഇതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ തോനെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലോട്ട് തേങ്ങ കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കുഴയ്ക്കാം. അപ്പം നമ്മളിത് കുഴച്ചിട്ടുണ്ടേ. അടുത്തതായിട്ട് ഈ ചട്ടി വീണ്ടും നമ്മൾ അടപ്പേ വെച്ച് വെക്കുകയാണ്. ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നു കേട്ടോ. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ, ഏതെണ്ണയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഫ്ലവർ ഓയിലോ നെയ്യോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നമുക്ക് കടുക് ഇട്ടതിലോട്ട് ഇച്ചിരി കൊച്ചുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക, അതായത് ചുമപ്പിച്ച് എടുക്കുക. ഇതിലോട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി കൊച്ചുള്ളി ഇട്ട് നമ്മൾ ഇതൊന്ന് മൂത്തെടുത്ത് കഴിയുമ്പോഴേ നമ്മൾ ആ പൊടിയും കൂടി ഇടുമ്പോൾ ഒന്നും കൂടെ നല്ല ഒരു ഇച്ചിരി ടേസ്റ്റ്, നല്ല മണവും ഒക്കെ കിട്ടും. ഇത് കൊച്ചുള്ളി ഇട്ട് മൂപ്പിക്കുമ്പോഴേ അതിന് വേണ്ടിയിട്ടാണ് ഈ കൊച്ചുള്ളി ഞാൻ ചേർത്തത് കേട്ടോ. കൊച്ചുള്ളി ഒരു പരുവം മൂത്ത് വരുന്നുണ്ട്. മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് പൊടിയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇച്ചിരി സവാള എടുത്തേ. ഇപ്പം ഒരു പരുവം ഉള്ളി ഒന്ന് വാടി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം.
കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത്. ഓൾറെഡി ഞാൻ പൊടിക്കകത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ ഈ വെള്ളത്തിൽ ഉപ്പിടുന്നില്ല. ഇത് നമുക്കൊന്ന് തിളയ്ക്കാൻ വെക്കാം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഉപ്പ്, തേങ്ങ എല്ലാം കൂടി ഇട്ട് കുഴച്ച് വെച്ചേക്കുകയാണ്. ഇനി ഇത് ഇതിനകത്തോട്ട് ഇടാം നമുക്ക്. ഉപ്പുമാവ് ഒരു പരുവം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് ചെറുതീയിലൊന്ന് വേവിക്കാം. അങ്ങനെ ചോളത്തിൻ്റെ ഉപ്പുമാവ്, ചോളപ്പൊടിയുടെ ഉപ്പുമാവും കട്ടൻ ചായയും. വാ മോളെ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? സൂപ്പറാന്നോ? അപ്പോൾ ശരി, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എല്ലാവരും ഒന്ന് ബെൽ ബട്ടണും അമർത്തണേ. ഓക്കെ.